കേരളത്തിലെ നിയമങ്ങളെ പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് എന്നാണ് നമ്മളെ പൊതുവെയുള്ള നമ്മുടെയൊക്കെ മനസ്സിലാക്കല്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ പുരുഷന്മാർക്ക് വേണ്ടി ഒരു കമ്മീഷൻ വേണമെന്ന് പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ള ആളുകൾ, ഇതിനു മുമ്പ് വന്ന ദിലീപ്, രാഹുൽ മാങ്കൂട്ടം, ഇതേപോലെയുള്ള കേസുകളൊക്കെ വരുമ്പോൾ അതൊക്കെ എടുത്ത് പറയുന്ന ചാനലിൽ കൂടെ ഒക്കെ ഘോരം ഘോരം പ്രസംഗിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു കോമാളിത്തം ആയിട്ടൊക്കെ ബാക്കിയുള്ള പുരുഷന്മാർക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെയുള്ള. അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പുരുഷ കമ്മീഷന്റെ ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ എല്ലാ ഏരിയകളിലും പുരുഷന്മാരെ തന്നെയല്ലേ ആധിപത്യം സൃഷ്ടിക്കുന്നത്. അപ്പോൾ പെണ്ണുങ്ങൾക്ക് കമ്മീഷൻ വന്നതുപോലെ പുരുഷന്മാർക്ക് അങ്ങനെ കമ്മീഷന്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിലൊക്കെ ഒരു പൊതുസമൂഹത്തിന്റെ ഒരു തോന്നലുണ്ട്. പക്ഷെ ഓരോ ഒരു അപ്ഡേഷൻ ആയിട്ടുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുരുഷന്മാർക്കൊരു പുരുഷ കമ്മീഷൻ വേണം, അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ ഒരേപോലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെ പല പോയിന്റ്സുകളും എഴുതി വെക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ അവർക്ക് പുരുഷന്മാർക്കും നീതി കിട്ടേണ്ട കുറെ കാര്യങ്ങളുണ്ട് എന്ന് നമ്മുടെ കഴിഞ്ഞ പയ്യന്നൂരിൽ വെച്ച് നടന്ന, ബസ്സിൽ വെച്ച് നടന്ന ആ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ ഒരു പയ്യന്നൂരിൽ വെച്ച് കഴിഞ്ഞ 15-ാം തീയതി നടന്ന സംഭവം, തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടി, അപ്പൊ ആ ഒരു പെൺകുട്ടിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു പുരുഷനിൽ നിന്നും ഒരു സെക്ഷൽ അബ്യൂസിങ് എന്നുള്ള രീതിയിലുള്ള ഒരു ബാഡ് ടച്ചിങ് നടന്നു. അപ്പൊ ഇത് കണ്ടപ്പോൾ ഒരു സൊസൈറ്റിനെ ഒന്ന് അവയർനെസ് ചെയ്യണം, അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു വിചാരണയ്ക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തേക്കാം എന്നുള്ള രീതിയിൽ അതിന്റെ ബാക്കിൽ നിൽക്കുന്ന ഒരു കുട്ടി വീഡിയോ എടുക്കുന്നു. അപ്പൊ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ആ പെൺകുട്ടി കുറെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. ശരിക്കും പറഞ്ഞാല് നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ റോഡുകളും ബസ്സുകളുടെ ആ തിരക്കുകൾ, ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു വീഡിയോയില് സാധാരണ എല്ലാ ബസ്സിലും കാണുന്ന രീതിയിലുള്ള ഒരു ഏത് ബസ്സിൽ, തിരക്കുള്ള ബസ്സിൽ വെച്ച് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഒരു വീഡിയോ സെൽഫി പോലെ എടുത്ത് വെച്ചാൽ എങ്ങനെയിരിക്കും, അത് തന്നെയാണ് ഈ ഒരു വീഡിയോയിലും കാണുന്നത്. തൊട്ടടുത്തുള്ള ആളുകൾ മുട്ടി അങ്ങനെ തൊട്ടുരുമയൊക്കെ നിൽക്കും, പക്ഷെ അതൊക്കെ വലിയ കാര്യമായിട്ടൊന്നും ആരും എടുക്കാറില്ല. പക്ഷെ ഈ ഒരു വീഡിയോയ്ക്ക് ശേഷം നടന്ന സംഭവം, അപ്പോൾ ഇത് ആരെയാണ് എഫക്ട് ചെയ്തത്? ആ ഒരു എഫക്ട് ചെയ്ത പുരുഷൻ ഇതിനു ശേഷം കുറെ അവരുടെ കൂട്ടുകാരിൽ നിന്നും, അല്ലെങ്കിൽ വീട്ടുകാരെ, മറ്റുള്ള രീതിയിലുള്ള സൊസൈറ്റിയിൽ നിന്നൊക്കെയുള്ള കുറെ കളിയാക്കലുകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, വിചാരണകളൊക്കെ നേടിയിട്ടുണ്ടാവാം. അതിനുശേഷം വളരെയധികം ആലോചിച്ചിട്ടാവാം, മനസ്സ് നൊന്താണ് അദ്ദേഹം ഒരു ആത്മഹത്യ എന്നുള്ള രീതിയിലോട്ട് പോവുക. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വീട്ടുകാര് ആ പെൺകുട്ടിക്കെതിരെ വീട്ടുകാര് കേസ് കൊടുക്കുകയും പിന്നീട് വരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോൾ അപ്ഡേറ്റ് ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പറയാ, ഇപ്പൊ ഈ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ സഡനായിട്ട് അവിടെ വെച്ച് തന്നെ പ്രതികരിക്കുക. ഒരാള് ഒരു പുരുഷൻ തൊട്ടടുത്ത് നിൽക്കുന്നു, അദ്ദേഹം അറിഞ്ഞുകൊണ്ടോ അറിയാതെയൊക്കെ വന്ന് ദേഹത്ത് തൊടാം, അല്ലെങ്കിൽ തട്ടാം. ഇങ്ങനെയുള്ള ഒരു ബാഡ് ടച്ചിങ് ആയിട്ട് ഭയങ്കരമായിട്ട് അസഹനീയമായിട്ട് തോന്നുന്ന ഒരു പെൺകുട്ടിക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു സഡൻ ആയിട്ട് പ്രതികരിക്കണം. ആ പ്രതികരിക്കുമ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള, അല്ലെങ്കിൽ ആ ഒരു ബസ്സിലെ ഡ്രൈവറോ കണ്ടക്ടറോ അവരെല്ലാവരും തന്നെ ആ ഒരു പെൺകുട്ടിക്ക് കൂടെ, ആ പെൺകുട്ടിയുടെ കൂടെ തന്നെയാണ് നിൽക്കുകയുള്ളൂ. ഒരിക്കലും ആ ഒരു പുരുഷന്റെ കൂടെ ഒരിക്കലും നിൽക്കില്ല. അപ്പൊ ആ ഒരു കാര്യം ഇപ്പൊ ഈ ഒരു വീഡിയോ എടുത്ത ആ പെൺകുട്ടി വിട്ടേച്ച്, ഇതൊരു എന്താ പറയണ, മലയാളികളുള്ള എല്ലാ സ്ഥലങ്ങളിലും, മലയാളികൾ മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ആളുകളും സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയാണ് ഈ ഒരു പെൺകുട്ടി ഈ ഒരു കാര്യം ചെയ്തത്. പക്ഷെ അങ്ങനെ ഒരു പ്രതികരണത്തിന് വേണ്ടി ചെയ്തപ്പോൾ ആ ഒരു പുരുഷൻ അറിയാതെയാണോ അറിഞ്ഞുകൊണ്ടാണോ എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ തന്നെ ആ ഒരു പുരുഷന് ഉള്ള ബന്ധുക്കള്, കൂട്ടുകാര്, സൊസൈറ്റിയിലുള്ള മറ്റു റിലേഷനിലുള്ള മറ്റെല്ലാ ആളുകളും, അവർക്കുണ്ടാകുന്ന വികാരങ്ങൾ, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങൾക്കനുസരിച്ച് ഈ ഒരു പുരുഷനുണ്ടാകുന്ന ഒരു ഇമോഷൻസും കാര്യങ്ങളും, ഇതിനെക്കുറിച്ചൊന്നും ആ ഒരു പെൺകുട്ടി നോക്കിയില്ല. ഇത്രയും വിദ്യാഭ്യാസമുള്ള, അല്ലെങ്കിൽ ഈ ഒരു വിദ്യാഭ്യാസത്തിനനുസരിച്ച് സൊസൈറ്റിക്ക് അവയർനെസ് കൊടുക്കേണ്ട ഇതുപോലെയുള്ള ആളുകളുണ്ടല്ലോ, എഡ്യൂക്കേഷനിൽ ഭയങ്കര ആളുകളാണെന്ന് വിചാരിക്കുന്ന ഇങ്ങനെ ഈ പെൺകുട്ടീനെ പോലെയുള്ള ആളുകൾ, അപ്പൊ അവരൊക്കെ എന്താ പറയാ, ഇതൊരു ഈ സോഷ്യൽ മീഡിയ വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇട്ടതിലൂടെ ഈ ഒരു പുരുഷനെ മാത്രമല്ല, ഒരു ഈ പറയുന്ന ഒരു നാടിനെയും ഈ കേരളത്തെ മൊത്തം എന്താ പറയാ, ഒരു അവഹേളിക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇതൊരു സത്യമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ ഒരു പക്ഷെ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ തന്നെ എല്ലാവരും നിൽക്കും. പക്ഷെ ഇതൊരു സത്യമായിട്ടുള്ള ഒരു 50% ശരിയാണോ 50% തെറ്റാണോ എന്നൊന്നും അറിയില്ല, പകുതി പകുതി രീതിയിലുള്ള കാര്യങ്ങളാണ്.
അപ്പൊ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇതൊരു സോഷ്യൽ ഒരു എന്താ പറയുക ഒരു റെസ്പോണ്ടിന് വേണ്ടി ഇങ്ങനെയുള്ള ഒരു വീഡിയോ ഇട്ടത് വളരെ ഒരു മോശപ്പെട്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു പെൺകുട്ടി ഈ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് ഒരു സോഷ്യൽ റെസ്പോണ്ടിന് വേണ്ടി ചെയ്ത ഈ ഒരു കാര്യം ഉണ്ടല്ലോ, മലയാളികൾക്ക് ഒരു ചോദ്യചിഹ്നമായിട്ട് ഇപ്പൊ നിൽക്കുക. പ്രത്യേകിച്ച് നാളെ ഒരു ശരിക്കും ഇതേപോലെയുള്ള ഒരു കാര്യം, തെറ്റായിട്ടുള്ള ഒരു ബാഡ് ടച്ചിങ് പോലെയുള്ള തെറ്റായിട്ടുള്ള ഒരു കാര്യം നടന്നാൽ പോലും പെൺകുട്ടികൾക്ക് ഇത് റെസ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ എന്നുള്ള ഈ ഒരു പ്രശ്നം കാരണം എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലെ ഈ പറയുന്ന നമ്മുടെ ഒരു എഡ്യൂക്കേഷന്റെ ഒരു 5ാം ക്ലാസ് മുതലേ നമ്മുടെ പെൺകുട്ടികൾക്ക് സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഇതിനോട് പ്രതികരിക്കാവുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു കൗൺസിലിംഗ് രൂപേണയായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ 5ാം ക്ലാസ് മുതലേ നമ്മുടെ പാഠപദ്ധതിയിലൂടെയോ അല്ലെങ്കിൽ എക്സ്ട്രാ ഒരു നമ്മുടെ പാഠപദ്ധതിയുടെ കൂടെ തന്നെ എക്സ്ട്രാ പഠിക്കേണ്ട എന്തെങ്കിലും ഒരു ആഴ്ചയിൽ ഒരു 2 ദിവസത്തെ ക്ലാസ്സോ കാര്യങ്ങളോ അതൊക്കെ ഒരു ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ, വിദ്യാഭ്യാസ മേഖലയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഒക്കെ മാറ്റം വരാം. അല്ലാതെ ഇപ്പോ പെട്ടെന്ന് തനിക്ക് തോന്നിയതുപോലെ എടുത്തു ചാടി ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ അത് സത്യമാണ് ഒരു 50% ട്രൂ അല്ലെങ്കിൽ 50% അത് തെറ്റ് എന്നുള്ള രീതിയിൽ അത് ചെയ്യുമ്പോൾ ഇപ്പൊ ഈ പറഞ്ഞേക്കണ പോലെയുള്ള ആത്മഹത്യകൾ ഉണ്ടാവും. അത് നഷ്ടം ആർക്കാണെന്ന് നമുക്കിപ്പോ കാണുന്ന ഈ ഒരു നമ്മള് വാർത്തകളിൽ കൂടെ കാണുന്ന എല്ലാവർക്കും തന്നെ മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനി നടക്കാതിരിക്കട്ടെ. പല കാര്യങ്ങളും ഇനി വളരെ സൂക്ഷിച്ച് സൊസൈറ്റിയിൽ ആയിട്ടുള്ള കുറെ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ, ഇതേപോലെയുള്ള വീഡിയോസ് ചെയ്യുന്ന ആളുകൾ സത്യം എന്ത് തെറ്റെന്താണെന്നൊക്കെ മനസ്സിലാക്കി വീഡിയോസ് ചെയ്യുക. ഇതേപോലെയുള്ള കാര്യങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോൾ തന്നെ തനിക്ക് മാത്രമല്ല തന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ തന്റെ ചുറ്റിനും നിൽക്കുന്ന ആളുകൾക്കൊക്കെ അവർക്കും ഒരു മാന്യമായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു നാണക്കേട് ഉണ്ടാക്കാത്ത രീതിയിൽ ഞാൻ ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള രീതിയിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ എടുക്കണം. അപ്പൊ എന്താണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പെൺകുട്ടികൾക്ക് ഇതേപോലെയുള്ള ബസ്സിലോ ട്രെയിനിലോ അല്ലെങ്കിൽ മറ്റ് ഈ ഒരു തിക്കും തിരക്കും ഉള്ളിടത്തൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർക്ക് അനുഭവം വന്നിട്ടുണ്ടെങ്കിൽ സഡൻ ആയിട്ട് പ്രതികരിക്കുക, തിരിച്ച് നല്ല തല്ലു കൊടുക്കുക, അത് ഫസ്റ്റ് ചെയ്യുക. ഭയങ്കരമായിട്ട് ബാഡ് ടച്ചിങ് നമുക്ക് ഒരിക്കലും ഈ ഒരു അസഹനീയമായിട്ട് തോന്നുന്ന ഒരു കാര്യമാണെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇല്ലാത്ത പക്ഷം ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്ത് നമുക്ക് ചിലപ്പോൾ ആയിരിക്കാം അത് അങ്ങനെ ആയിരിക്കാം, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എടുത്തിടാം എന്നുള്ള രീതിയിലോട്ടൊന്നും വരാതിരിക്കുക. സോ ഈ ഒരു വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. കാരണം ഈ ഒരു സംഭവം, ഈ പെൺകുട്ടി പറഞ്ഞ സംഭവം സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് സത്യമാണോ അല്ലെങ്കിൽ സത്യമല്ലാത്ത കാര്യമാണോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യം. അപ്പം അത് ആ ഒരു ബാഡ് ടച്ചിങ് ഇങ്ങനെ വരുമ്പോൾ അത് കിട്ടുന്ന ഒരാൾക്കാണ് അത് സത്യമാണെന്ന് അറിയാം. അതിന്റെ ചുറ്റിനും നിൽക്കുന്ന കാണുന്ന ആൾക്കാർക്ക് ആർക്കും അത് മനസ്സിലാവില്ല. അപ്പം അത്രയ്ക്ക് ആ ഒരു ബാഡ് ടച്ചിങ് അനുഭവപ്പെടുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ സഡൻ ആയിട്ട് പ്രതികരിക്കുക. ഓക്കെ, വീഡിയോ നിർത്തുകയാണ്.